കശ്മീരിലെ പുൽവാമയിൽ 3 ഭീകരരെ വധിച്ച് സുരക്ഷാ സേന. ജയ്ഷെ മുഹമ്മദ് ഭീകരരാണ് കൊല്ലപ്പെട്ടതെന്നാണ് വിവരം. അവന്തിപ്പോരയ്ക്കും പുൽവാമയ്ക്കും ഇടയിലെ ത്രാൽ വനമേഖലയിലാണ് ഏറ്റുമുട്ടൽ നടന്നത്. രാവിലെ മുതലാണ് പ്രദേശത്ത് ഏറ്റുമുട്ടൽ തുടങ്ങിയത്. അതിനിടെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും കശ്മീരിലേക്ക് തിരിച്ചിട്ടുണ്ട്. ജിഷ്ണു കൃഷ്ണൻ കശ്മീരിൽ നിന്ന് ചേർന്നു. ജിഷ്ണു, ഇപ്പോൾ ഏറ്റവും പുതുതായി അറിയാൻ സാധിക്കുന്നത് 3 ഭീകരരെ കൂടി സുരക്ഷാ സേന വധിച്ചിരിക്കുന്നു. ദേവിക, ജമ്മുകശ്മീരിൽ ഭീകരവിരുദ്ധ നടപടികൾ സൈന്യം ശക്തമാക്കുകയാണ്. നിലവിലുണ്ടായിട്ടുള്ള ഏറ്റുമുട്ടലിൽ 3 ഭീകരരെയാണ് സൈന്യം വധിച്ചത്. അതിൽ ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന വിവരപ്രകാരം പഹൽഗാം ഭീകരാക്രമണത്തിന് പ്രാദേശിക സഹായം നൽകിയിട്ടുള്ള ഭീകരൻ ആസിഫ് ഷെയ്ഖിനെ സൈന്യം വധിച്ചു എന്നുള്ളതാണ്. ഇപ്പോൾ കൊല്ലപ്പെട്ടിട്ടുള്ളതിൽ ഒരു ഭീകരൻ ആസിഫ് ഷെയ്ഖാണ് എന്ന് സുരക്ഷാ സേന സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഈ ആസിഫ് ഷെയ്ഖിന്റെ വീട്, ത്രാലിലെ വീട് നേരത്തെ സൈന്യം IED ഉപയോഗിച്ചുകൊണ്ട് സ്ഫോടനം നടത്തി തകർത്തിരുന്നു. പഹൽഗാം ഭീകരാക്രമണത്തിന് പ്രാദേശിക സഹായം ചെയ്തിട്ടുള്ള ഭീകരർ ഈ പുൽവാമ, അവന്തിപ്പുര കൂടാതെ ഷോപ്പിയാൻ ഈ മേഖലകൾക്കിടയിലുള്ള വനപ്രദേശത്ത് ഒളിച്ചിരിക്കുന്നുണ്ട് എന്ന വിവരമാണ് നേരത്തെ തന്നെ സൈന്യത്തിന് ലഭിച്ചിരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് പുലർച്ചയോടുകൂടിയാണ് അവന്തിപ്പുരയുടെയും പുൽവാമയ്ക്കും ഇടയിലുള്ള വനമേഖലയിൽ, ത്രാൽ മേഖലയിൽ സൈന്യം പ്രത്യേക ഓപ്പറേഷൻ നടത്തിയത്. ഈ ഓപ്പറേഷനിലാണ് ഒരു വീട്ടിനുള്ളിൽ ഒളിച്ചിരിക്കുകയായിരുന്ന ഭീകരൻ ആസിഫ് ഷെയ്ഖിനെ സൈന്യം വധിച്ചിട്ടുള്ളത്. കൂടാതെ മറ്റു 2 ഭീകരരെ കൂടി വധിച്ചിട്ടുണ്ട്. ഈ കൊല്ലപ്പെട്ടിട്ടുള്ള ബാക്കി 2 ഭീകരർ വിദേശികളാണ് എന്ന റിപ്പോർട്ടുകൾ, അതായത് പാക് സ്വദേശികളാണ് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. പക്ഷേ അക്കാര്യം സൈന്യം സ്ഥിരീകരിച്ചിട്ടില്ല. പക്ഷേ കൊല്ലപ്പെട്ടത് ഒരാൾ ആസിഫ് ഷെയ്ഖാണ്, ഭീകരൻ ആസിഫ് ഷെയ്ഖാണ് എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. പ്രാദേശികമായും പഹൽഗാം ഭീകരാക്രമണത്തിന് എല്ലാ തരത്തിലുമുള്ള സഹായം ചെയ്തതിൽ ഒരു പ്രധാനപ്പെട്ട ഭീകരനാണ് ആസിഫ് ഷെയ്ഖ്. ഇയാളെ വധിക്കാൻ സാധിച്ചു. അത് ജമ്മു കശ്മീരിലെ ഭീകരവിരുദ്ധ പോരാട്ടത്തിലെ ഏറ്റവും വലിയ ഒരു നടപടിയായി തന്നെയാണ് സൈന്യം നോക്കിക്കാണുന്നത്. മേഖലയിൽ ഇപ്പോഴും പരിശോധനയും ഏറ്റുമുട്ടൽ തുടരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. മേഖലയിലേക്ക് കൂടുതൽ സേനാവിന്യാസം നടത്തിയിട്ടുണ്ട്. ലഷ്കർ-ഇ-തൊയ്ബ, ജയ്ഷെ മുഹമ്മദ് ഭീകര സംഘടനകളിൽപ്പെട്ടവരാണ് ഈ കൊല്ലപ്പെട്ടത്. ഈ 2 ഭീകര സംഘടനകളും ചേർന്നുകൊണ്ടായിരുന്നു പഹൽഗാമിൽ ഈ ഭീകരാക്രമണത്തിന് ആസൂത്രണം ചെയ്യുകയും അതിന് ആയുധം ശേഖരിക്കുകയും അതിന് എല്ലാ രീതിയിലുമുള്ള ഗൂഢാലോചനയും ആസൂത്രണവും നടത്തിയിട്ടുള്ളത് ലഷ്കർ-ഇ-തൊയ്ബയും ജയ്ഷെ മുഹമ്മദും കൂടാതെ പാക് ചാര സംഘടനയായിട്ടുള്ള ISIയുമാണ് എന്നുള്ളത് ഇതിനോടകം അന്വേഷണ ഏജൻസികൾ കണ്ടെത്തുകയും സൈന്യത്തിന്റെ റിപ്പോർട്ടുകളും അത്തരത്തിൽ തന്നെയാണ്. അതുകൊണ്ട് നിലവിൽ ഈ പഹൽഗാം ഭീകരാക്രമണത്തിന് പ്രാദേശിക സഹായം നൽകിയിട്ടുള്ള ഭീകരരെല്ലാം പഹൽഗാമിന് ഏറ്റവും അടുത്തെത്താവുന്ന വനമേഖലയിൽ ഒളിച്ചിരിപ്പുണ്ട് എന്നുള്ളതാണ് സൈന്യത്തിന്റെ നിഗമനവും അത്തരത്തിലുള്ള റിപ്പോർട്ടുകളും. ഈ വനമേഖലയ്ക്ക് ചുറ്റുമുള്ള പ്രദേശങ്ങളാണ് ഷോപ്പിയാൻ, അവന്തിപ്പുര, പുൽവാമ. ഈ പ്രദേശങ്ങൾ കടന്നു വേണം മറ്റേതെങ്കിലും സ്ഥലത്തേക്ക് ഈ ഭീകരർക്ക് പോകാൻ. അതുകൊണ്ട് അതിർത്തി കടക്കാൻ ശ്രമിക്കാതെ ഈ വനമേഖലയിൽ തന്നെ നിലവിൽ തമ്പടിക്കാൻ ഭീകരർ തീരുമാനിച്ചു. ആ വനമേഖലയിൽ തന്നെ വൻ ആയുധ ശേഖരവും സ്ഫോടക വസ്തുക്കളുമായി ഭീകരർ തമ്പടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ വനമേഖല ചുറ്റും പുൽവാമ, ഷോപ്പിയാൻ, അവന്തിപ്പുര, തുടർന്ന് അനന്ത്നാഗ്, ശ്രീനഗർ ദേശീയപാത മേഖലകളിലേക്ക് ആ വനമേഖല വളഞ്ഞുകൊണ്ട് ഇപ്പോൾ സൈന്യം പരിശോധന നടത്തുകയാണ്. ഏതായാലും ആസിഫ് ഷെയ്ഖിനെ വധിച്ചു. ഇയാളുടെ വീട് നേരത്തെ തന്നെ കശ്മീരിലെ പുൽവാമയിലാണ് 3 ഭീകരരെ സുരക്ഷാ സേന വധിച്ചത്. ജയ്ഷെ മുഹമ്മദ് ഭീകരരാണ് കൊല്ലപ്പെട്ടതെന്നാണ് ഏറ്റവും പുതിയ വിവരം. ജിഷ്ണു കൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്.